27 വർഷത്തിനു ശേഷം BJP ഡൽഹിയിൽ അധികാരത്തിലെത്തുകയാണ്. 2013 അധികാരമേറ്റ ശേഷം ഇതാദ്യമായി ആം ആദ്മി പാർട്ടിയെ ഡൽഹിക്കാർ കൈവിട്ടിരിക്കുന്നു. കഴിഞ്ഞ തവണ 8 സീറ്റ്, അതിനു മുമ്പ് 3 സീറ്റ്. ഇത്ര പരിതാപകരമായ അവസ്ഥയിൽ നിന്നാണ് BJP ഇപ്പോൾ തകർപ്പൻ വിജയം നേടി അവർക്ക് തലവേദനയായിരുന്ന ഒരു സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങളിലും BJP തന്നെയാണ് ഭരിക്കുന്നത്. UPയിൽ കുറേ കാലമായി, രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ഭരണം പിടിച്ചെടുത്തു, ഹരിയാനയിൽ 2 വട്ടമായി. ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം ഭരിച്ചിട്ടും രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും മൂക്കിന് താഴെയുള്ള സംസ്ഥാനത്ത്, അവരുടെ ഓഫീസുകളുള്ള സംസ്ഥാനത്ത് ഭരിക്കാൻ കഴിയാതിരുന്നത് BJPയെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കിയിരുന്നത്, ബുദ്ധിമുട്ടിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ആ തലവേദന BJPക്ക് മാറിയിട്ടുണ്ട്. കുറേ കാലമായി കിണഞ്ഞ് പരിശ്രമിച്ച് അതിന് കേസിൻ്റെ സഹായം തേടിയിട്ടുണ്ട്, അന്വേഷണ ഏജൻസികളുടെ സഹായം തേടിയിട്ടുണ്ട്, കൃത്യമായ സംവിധാനങ്ങളെല്ലാം അവർ ആം ആദ്മി പാർട്ടിക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോഴും അവസാനം ലക്ഷ്യം വെച്ച വിജയം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നടന്നെത്താൻ BJPക്ക് കഴിഞ്ഞു. അതിന് അവരെ സഹായിച്ചതിന് കോൺഗ്രസിനും സ്വയം സന്തോഷിക്കാം. പണ്ട് നാട്ടുമ്പുറത്ത് പറയുന്ന മാതിരി, മകൻ മരിച്ചാലും സാരമില്ല, മരുമകളുടെ കണ്ണീര് കാണാമല്ലോ അമ്മായിമാർ പറയുന്നതൊരു, ഇപ്പോൾ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്, എന്നാൽ പോലും അങ്ങനെ ഒരു വർത്താനമുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ ദില്ലിയിൽ. തുടർച്ചയായ 3-ാം വട്ടവും സംപൂജ്യരാണ്. പക്ഷേ അൽക്കാലാമയ്ക്ക് സന്തോഷമുണ്ടാവുക കെജ്രിവാളിൻ്റെ പാർട്ടി തോറ്റത്തിലായിരിക്കും. കാരണം അങ്ങനെയാണ് അവിടുത്തെ കളി. BJPയെ തോൽപ്പിക്കാനുള്ള ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ ആം ആദ്മി പാർട്ടിക്കോ കോൺഗ്രസിനോ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഒമർ അബ്ദുള്ള കൃത്യമായ നല്ല പരിഹാസത്തോടെ ആദ്യ പ്രതികരണം ഉന്നയിച്ചതും, ഇതൊന്നും സാരമില്ല, ഇനിയും തല്ലൂടിക്കൊണ്ടേയിരിക്കണമെന്ന്. എപ്പോഴാണ് കോൺഗ്രസ് പാഠം പഠിക്കുക? എപ്പോഴാണ് AAP BJPയെ പുറത്തു നിർത്തുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യാമെന്ന പാഠം ആം ആദ്മി പാർട്ടിക്ക് എപ്പോഴാണ് മനസ്സിലാവുക? എന്തുകൊണ്ടായിരിക്കാം ഇത്ര കൃത്യമായ ജനകീയ വികസനം മുന്നിൽ നിർത്തിയുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിയിട്ടും ആം ആദ്മി പാർട്ടിക്ക് ഇക്കുറി ഭരണത്തിലെത്താൻ കഴിയാതെ പോയത്? ഒന്നാമത്തെ കാരണം, മദ്യനയം ഉന്നയിച്ചും മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കുന്നതിന് ഉന്നയിച്ചും BJP ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ. ഇവരൊന്നും പറയുന്ന പോലല്ല, അത്ര ക്ലീൻ അല്ല, ഇവരൊന്നും അത്ര ക്ലീൻ ഇമേജ് ഉള്ളവരല്ല, ഇവരും അഴിമതിക്കാരാണ് എന്ന മട്ടിൽ മദ്യനയം ഉന്നയിച്ചും മുഖ്യമന്ത്രിയുടെ വീട് മോടി പിടിപ്പിക്കുന്നത് മുൻനിർത്തിയും അഴിച്ചുവിട്ട പ്രചാരണം BJPക്ക് ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ. കുറേ ഉദ്യോഗസ്ഥർ, നന്നായി പഠിച്ചവർ, അവർ ഇലക്ട്രിസിറ്റി ഫ്രീ ആയി കൊടുക്കുന്നു, വിദ്യാഭ്യാസം, ആരോഗ്യം, ചികിത്സ, ഇതിലൊക്കെ കൊടുക്കുന്ന നല്ല നല്ല അവസരങ്ങൾ, ഇതെല്ലാം കണ്ട് അവരെ പിന്തുണച്ച, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കൂടി BJPക്ക് സീറ്റ് കൊടുത്തപ്പോൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ എത്തിക്കാതിരുന്ന ദില്ലി നിവാസികൾക്ക് പക്ഷേ ഇക്കുറി ഈ BJPക്കാർ പറയുന്നതിലെല്ലാം കാര്യമുണ്ട് എന്ന് തോന്നി തുടങ്ങി എന്ന് വേണം ഈ റിസൾട്ടിൽ നിന്ന് അനുമാനിക്കാൻ. പിന്നെ മദ്യനയത്തിൻ്റെ പേരിലാണെങ്കിലും തലങ്ങും വിലങ്ങും വന്ന കേസുകളും അന്വേഷണവും, കെജ്രിവാൾ ജയിലിൽ കിടന്നു, സിസോദിയ ജയിലിൽ കിടന്നു, സഞ്ജയ് സിംഗ് ജയിലിൽ കിടന്നു, അതിൻ്റെ ഇടയ്ക്ക് മന്ത്രിമാരെ മാറ്റേണ്ടി വന്നു, മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കേണ്ടി വന്നു, കേസിൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നു. ഈ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിന് പറഞ്ഞ വാഗ്ദാനങ്ങൾ, കഴിഞ്ഞ കുറി പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അതും ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം പോകാൻ ഒരു കാരണമായിട്ടുണ്ടാകാം. പിന്നൊന്ന്, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, കള്ളത്തരം കാണിക്കാറില്ല, അഴിമതി കാണിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിലെത്തുമ്പോൾ തിരിച്ചു വരുന്ന ചില കാര്യങ്ങളിലെങ്കിലും BJP പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ എന്ന് ബോധ്യപ്പെടുത്താൻ AAPക്ക് കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വീട് മോടി പിടിപ്പിക്കുന്നതിനുള്ള ചെലവ് കാലം കഴിയുന്നതോറും മാറി വന്നതായിരിക്കാം. പക്ഷേ പ്രൊപ്പോർഷണലായിട്ട് അതിന് വന്ന ഹൈക്ക്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്തിനാണ് ഇത്ര വലിയ ഒരു മോടി പിടിപ്പിക്കൽ എന്ന ചോദ്യത്തിന് ഒരു സമാധാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ഉത്തരം പറയാൻ AAPക്ക് കഴിഞ്ഞിട്ടില്ല. കേസുകളുടെ കാര്യത്തിൽ, മദ്യനയത്തിൻ്റെ കാര്യത്തിൽ BJPയുടെ കൃത്യമായ പ്രൊപ്പഗാൻഡ വിജയിച്ചിട്ടുണ്ട്. ദില്ലി നഗരം മൊത്തം, ദില്ലിയിലെ തെരുവോരങ്ങൾ മൊത്തം കള്ളുടിയന്മാരെ കൊണ്ട് നിറയും എന്ന മട്ടിലുള്ള പ്രചാരണം. പിന്നീട് തിരക്കിട്ട് മദ്യനയം പിൻവലിക്കേണ്ടി വന്നത്, കുറേ നേതാക്കൾ കേസും കൂട്ടുമായി നടക്കേണ്ടി വന്നതും ജനങ്ങളെ ഒരു ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് വേണം വിചാരിക്കാൻ. പിന്നെ 2 വട്ടം തുടർച്ചയായി ഭരിക്കുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം പുതിയ ഉണ്ടാകാറുണ്ട്. അത് മുൻകൂട്ടി കാണാനോ അത് മറികടക്കാനുള്ള ശ്രമങ്ങളോ ഈ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ ആം ആദ്മി പാർട്ടിക്ക് പറ്റിയിട്ടുണ്ടാകില്ല. പിന്നെ BJP ഇപ്പോൾ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ് 7 MLAമാർ രാജിവെച്ചത്, സീറ്റ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. തങ്ങളുടെ നേതാക്കന്മാരെ
തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പണം വാഗ്ദാനം ചെയ്യുന്നുണ്ട് BJPക്കാർ എന്ന ആരോപണം കെജ്രിവാളിനും പാർട്ടിക്കും ഉന്നയിക്കേണ്ടി വന്നത് ഇലക്ഷന് മണിക്കൂറുകൾക്ക് മുമ്പാണ്. അതിനവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ലഫ്റ്റനൻറ്റ് ഗവർണർ. അത് ആ വഴിക്കും പോകുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് തൊട്ട് മുമ്പും ഒരു കേസും ആരോപണവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ആം ആദ്മി പാർട്ടി ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത ഇലക്ഷന് മത്സരിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നുള്ള ആരോപണമുണ്ട്. ഇത്തരം ആരോപണങ്ങൾ ഉണ്ട്. ഇതിൻ്റെ ഒരു വശം കൂടി ഉള്ളത്, ദില്ലിയിൽ നടക്കാപ്പോൾ ദില്ലിയിലെ വായുമലിനീകരണം എക്കാലത്തെയും ഉയർന്ന തോതിലാണ് കഴിഞ്ഞുകൊണ്ടെത്തിയത്. ഇത്തരം പ്രശ്നങ്ങളിൽ എല്ലായ്പ്പോഴും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ നിലപാടിനോടും സാധാരണ ഡൽഹിക്കാർക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടാകും. ഇവിടെ വെള്ളത്തിൻ്റെ കാര്യത്തിലും വൈദ്യുതിയുടെ കാര്യത്തിലും മരുന്നുകളുടെ കാര്യത്തിലൊക്കെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, എപ്പോഴും കേന്ദ്രത്തിനെ പറഞ്ഞുകൊണ്ടിരിക്കണോ എന്ന മറ്റുള്ള ആലോചന ജനത്തിന് വന്നിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ചേഞ്ച് അല്ലെങ്കിൽ രാജ്യത്ത് ഇതുവരെ കാണാത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രവും തെരഞ്ഞെടുപ്പ് രീതികളും ഭരണരീതിയും കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം, ഒരു ചേഞ്ച്, അതിനാണ് ഇപ്പോൾ തൽക്കാലം അറുതി വന്നിരിക്കുന്നത്. ജനം പൂർണ്ണമായും സമ്പൂർണ്ണമായും ആം ആദ്മി പാർട്ടിയെ അവിശ്വസിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. അത് കോൺഗ്രസും ആലോചിക്കണം. കെജ്രിവാൾ പുറത്തു പോകും, ആം ആദ്മി പാർട്ടി വൈപ്പ് ഔട്ട് ആവും എന്ന് പറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയമായി എന്ത് യുക്തിയാണ്, എന്താണ് വേണ്ടത് എന്നൊരു പുനർചിന്തന നടത്തുന്നത് നല്ലതായിരിക്കും. ഭരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള, തങ്ങൾക്ക് 10 വോട്ടർമാരെ കിട്ടുന്ന സ്ഥലത്ത് അതെങ്ങനെ നശിപ്പിക്കാം എന്ന് റിസർച്ച് നടത്തുന്ന പരിപാടി കോൺഗ്രസ് നിർത്തിയാൽ ദില്ലിയിൽ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുക ബാക്കി ഉണ്ടാവും. രാഹുൽ ഗാന്ധി ആണെങ്കിലും അഖിലേഷ് യാദവ് ആണെങ്കിലും തേജസ്വി ആണെങ്കിലും ഒക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ചില വലിയ ലക്ഷ്യം മുൻനിർത്തിയുള്ള ചില നീക്കുപോക്കുകൾക്കൊക്കെ തയ്യാറാകാറുണ്ട്. അതിനൊക്കെ മോശമാക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ നെഗേറ്റ് ചെയ്യുന്ന ചില ആക്ഷൻസാണ് പല സംസ്ഥാനങ്ങളിലും പല മുതിർന്ന നേതാക്കളും എടുക്കുന്ന അവരുടേതായ പെറ്റിയായിട്ടുള്ള വളരെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ ഇത്തരം എല്ലാ പരിപാടികളെയും കവച്ചു വയ്ക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കൗശലവും സമ്പത്തിൻ്റെ ശക്തിയും തന്ത്രത്തിൻ്റെ എല്ലാ നിക്കനാക്കും അറിയുന്ന BJPയെ മുൻനിർത്തി തോൽപ്പിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ഇതിലൊക്കെ ഒരു പുനർവിചിന്തനം BJPക്ക് നടത്തേണ്ടി വരും. BJPക്കല്ല, കോൺഗ്രസ്സിന് നടത്തേണ്ടി വരും. കാരണം ആളുകളെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള തന്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇലക്ഷൻ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയാനത്ത് ഇതാക്കുന്ന കാര്യത്തിലും പ്രൊപ്പഗാൻഡ ഏറ്റവും സക്സസ്ഫുള്ളായി നടപ്പാക്കുന്ന കാര്യത്തിലൊക്കെ BJPക്ക് നല്ല സാമർഥ്യമുണ്ട്, രാഷ്ട്രീയ കൗശലമുണ്ട്, സംഘടനയുടെ അച്ചടക്കമുണ്ട്, കെട്ടുറപ്പുള്ളൊരു സംഘടനാ സംവിധാനമുണ്ട്, എല്ലാം ഉണ്ട്. ലക്ഷ്യം എന്നൊരു സാധനം മാത്രമാണ് അവരുടെ മുമ്പിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒന്നിനോട് നേരിടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ നോക്കുന്നതും കോൺഗ്രസ്സിന് നല്ലതായിരിക്കും. കാരണം തുടർച്ചയായ 3ാം തവണയാണ് ദില്ലിയിൽ കോൺഗ്രസ് സംപൂജ്യരാവുന്നത്. മുമ്പ് ഒരുപാട് വർഷം ഞങ്ങൾ ഭരിച്ചിരുന്നു, ഞങ്ങളുടെയായിരുന്നു എന്നൊക്കെ മേനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറയുടെ ഒരു ഇമ്മീഡിയറ്റ് ഓർമ്മകളിലൊന്നും കോൺഗ്രസ് ദില്ലിയിൽ എവിടെയുമില്ല. ആ ഉത്തരവാദിത്തം കോൺഗ്രസും കാണിക്കണം. എവിടെയാണ് പിഴച്ചത് എന്ന് പരിശോധിച്ച് വിലയിരുത്തി ആം ആദ്മി പാർട്ടിക്ക് മുന്നോട്ട് വരാനായാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യം കണ്ട വേറിട്ട ഒരു പരീക്ഷണത്തിൻ്റെ 2ാം ഘട്ടമായി ഉയർത്തെഴുന്നേൽക്കുമെന്ന് കരുതാം. ഇല്ലെങ്കിൽ കുറേ പ്രതീക്ഷകൾ തന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ ചലനങ്ങളുണ്ടാക്കിയ ഒരു മാജിക് കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ടി വരും. അത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അതൊരു തീർന്നുപോയ മാജിക്കല്ല, ഇനിയും ഉണ്ടാകും എന്ന് അരവിന്ദ് കെജ്രിവാളും കൂട്ടരും തെളിയിക്കുമോ, അതോ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ അവർക്ക് ചുറ്റും തീർക്കുന്ന കേസുകളുടെ നൂലാമാലകൾക്കിടയിൽപ്പെട്ട് ആ പ്രതീക്ഷ അല്ലെങ്കിൽ ആ മാജിക് ഇതോടെ തീരുമോ എന്നും ഇനി കാത്തിരിക്കേണ്ടി വരും. അതാണ് ദില്ലി തെരഞ്ഞെടുപ്പ് ബാക്കി വയ്ക്കുന്ന രാഷ്ട്രീയ സസ്പെൻസ്.